കാണിക്കണ്ട. അത് ഒരു വിധം അതിലേക്ക് ഉള്ളി സവാള അരിഞ്ഞു, ഒരു കിലോ ചിക്കൻ 3 സവാള അരിഞ്ഞത്, വലിയ സവാള അല്ലേ? വലിയ സവാള. നല്ലതുപോലെ ഇളക്കി അതിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് വാടും. കല്ലുപ്പ് കലക്കിയതാണ്. നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഇവിടെ, പൊടിയുപ്പിനേക്കാളും കല്ലുപ്പ്. ഈ സവാളയിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടും. മഞ്ഞൾപ്പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുമ്പോൾ പെട്ടെന്ന് വാടും ഉള്ളി. അടുത്തത് പച്ചമുളകും ഒരു തക്കാളി അരിഞ്ഞത്, അതും കൂടെ ഈ ഉള്ളിയിൽ കൂടെ നല്ലോണം വഴറ്റി നല്ലോണം വഴണ്ട് വന്നാലാണ് രുചി. കഷ്ണം കിടക്കാതെ ടേസ്റ്റ് കൂടുതലല്ലേ? ടേസ്റ്റ് കൂടുതൽ ഇട്ടാൽ കുറച്ചൊരു ടേസ്റ്റാണ്. ഇതിലിപ്പോൾ സാമ്പാർ ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല. ഞാൻ പച്ചമുളക് കാരിമുളകാണ് ഇട്ടത്. ഇത് ഒരു ചിക്കനാണ്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് തോരാൻ വയ്ക്കും. വെള്ളം തോർത്തി എടുത്തിട്ട് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കറി മസാല പൊടിച്ചത് ഇതിൽ കൂടി ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം വിരവി വച്ചു. അപ്പോൾ ഇത് ഈ സവാള വഴറ്റിയതിന് ശേഷം പിന്നെ പറഞ്ഞു തരാം. സവാള നന്നായിട്ട് വഴന്നതിന് ശേഷം അതിടും അല്ലേ? മതിയാ വഴന്നത്. മേലടുത്തത് ഇനി ഇതിൽ ഞാൻ കുറച്ച് ചിക്കൻ മസാല, ഇനി അത് നല്ലോണം ഇളക്കി പച്ച മണം മാറണം അല്ലേ? മണം. കുറച്ച് വെള്ളം ഒഴിക്കണം. നമുക്ക് ഗ്രേവി എത്ര വേണം അത് കണക്കാക്കി വെള്ളം ഒഴിക്കണം. തിളച്ചല്ലേ നന്നായിട്ട്? ഗ്രേവിയൊക്കെ നല്ലോണം തിളച്ച് നല്ല മണം ഇപ്പോഴേ വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി ഈ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി ശരിയാക്കി എടുക്കും. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നേരത്തെ ചേർക്കാം. അടച്ചു വെച്ച് വയ്ക്കല്ലേ? ഇനി അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഉപ്പ് ചിക്കൻ പുരട്ടി വെച്ചപ്പോഴേ അതിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ ഗ്രേവിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നെ അതിന് അടച്ചു വയ്ക്കല്ലേ? ചിക്കൻ നല്ല തിളച്ചു. ചിക്കൻ എന്നിട്ടുണ്ടാവോ? ഇച്ചിരി കൂടെ വറ്റണം അല്ലേ? ഇച്ചിരി കൂടെ വറ്റി ശരിയാവാൻ ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ചിട്ട് നല്ല ഇതാക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പം അതിന് ഗ്രേവി വേണമല്ലോ ഇവിടെ എല്ലാവർക്കും? ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ഇവിടെ എല്ലാവർക്കും ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഇത് കുറച്ച് കറിയായിട്ട് വച്ചത്. ഇനി ഇതിൽ കടുക് താളിച്ചൊഴിക്കണം. ചൂടായി കുറച്ച് കടുക്
വറ്റൽമുളക്, കടുക് പൊട്ടണം. കുറച്ച് ഉള്ളി ഇടാം അതിലോട്ട്. ചെറിയ ഉള്ളിയല്ലേ? ചെറിയ ഉള്ളി. ഓഫാക്കിയിട്ട് കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കടുക് വറുത്തൊഴിച്ചാൽ അപ്പോഴും ഇളക്കരുത്, അടച്ചു വയ്ക്കണം. അങ്ങനെ മരച്ചീനി, ഇനി നമ്മുടെ ചിക്കൻ കോരാൻ പോവുകയാണ്. കടുക് താളിച്ചൊഴിച്ചത് ഇളക്കി ഇനി സൂപ്പർ കഴിച്ചോ? സൂപ്പർ. കൊള്ളാം. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ.